ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ നെയിംസ് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്. ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത് ക്രാഫ്റ്റ് അല്ല, ഒരു പാചകമാണ്. ഒരു കൂന്തൽ മസാലയാണ് ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതിനായി ഞാൻ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. കൂന്തൽ, സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി. ഉള്ളി ഒരു 3 എടുത്തിട്ടുണ്ട്. തക്കാളി വലുതൊന്ന്, പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളക് ചതച്ചെടുത്തത്. ചട്ടിയിലാണ് ഞാനിന്നിവിടെ കൂന്തൽ മസാല ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ചട്ടിയിലോട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തു. അത് നന്നായി മൂപ്പിച്ചെടുക്കുക. നന്നായി മൂത്തതിന് ശേഷം അതിനകത്തോട്ട് സവാള ഇട്ട് കൊടുക്കുക. സവാള നന്നായി വഴറ്റുക. സവാളയിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് വീണ്ടും വഴറ്റുക. നന്നായി വഴറ്റിയതിന് ശേഷം അതിനകത്തോട്ട് തക്കാളി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിക്കുക. നന്നായി വഴറ്റിയതിന് ശേഷം അതിനകത്തോട്ട് മസാലപ്പൊടികൾ ചേർക്കുക. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കുക. ഞാൻ മുളക് പൊടി 3 സ്പൂണ് വലിയ ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കൂന്തൽ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. ഇവ രണ്ടും നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നന്നായി യോജിപ്പിച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇത് കൂന്തൽ വേവാൻ ആവശ്യമായ വെള്ളവും ചേർത്ത് കൊടുത്ത് മൂടി വെച്ച് 1/2 മണിക്കൂർ വേവിച്ചെടുക്കുക. ഇനി 1/2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓക്കെ, 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നന്നായി കൂന്തൽ വെന്തിട്ടുണ്ട്. ഇനി കാണുന്ന വെള്ളം കുറച്ചുകൂടി ഒന്ന് വറ്റിച്ചെടുക്കണം. ഈ ഒരു ടൈമിൽ കുറച്ച് പെരുംജീരകവും കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. കുറച്ചുകൂടെ വെള്ളം വറ്റിയതിന് ശേഷം തീ ഓഫ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ പാകത്തിന് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്.
ഇനി കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഓക്കെ, കൂന്തൽ മസാല റെഡി. ഇനി ഇതൊരു സേവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.